30 രൂപയുടെ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് കയറാം. 30 രൂപയുടെ ടോക്കൺ കൊടുക്കുന്ന ഒരു കൗണ്ടർ ഫ്രണ്ടിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനത്തെ 2 സെക്ഷനായിട്ട് ഫുഡ് കോർട്ടുകൾ ഈ ഒരു സമ്മേളന നഗരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ചെരുപ്പുകളൊക്കെ തന്നെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഊരി വെച്ചതിൻ്റെ ശേഷം ഇരിപ്പിട ഏരിയയിലേക്കാണ് നമ്മൾ ഇരിക്കാനായിട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഓരോ ലൈനും ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ഫുഡ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് തരും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ നിയന്ത്രിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളും ജുബ്ബ, തലപ്പാവ്, തൊപ്പി, താടിയൊക്കെ വളർത്തിയ ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. ധർമ്മവരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. പന്തലുകളൊക്കെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലൊക്കെ തന്നെയാണ് പന്തലുകൾ ചെയ്തെടുത്തിട്ടുള്ളത്. ശീലയുടെ പന്തലായതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ളിലേക്ക് വരുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ചൂട് കുറവായിട്ടും അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ടീമിൻ്റെ ഈ ഒരു കാറ്ററിംഗ് സംവിധാനത്തിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാറ്ററിംഗ് ടീംസുകളൊക്കെ തന്നെ പച്ച നിറത്തിലുള്ള ടീഷർട്ട് ധരിച്ചിട്ടാണ് അവിടെ സപ്ലൈ ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത്. ഒരു ക്വാളിറ്റി എനിക്കതിൽ ഫീലിംഗ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നമ്മളും ഈ ഒരു സംഭവത്തിലേക്ക് ഇരുന്നു ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് ആദ്യം വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും നിരനിരയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 10ഓളം ലൈനുകൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഓരോ ലൈനിനും നമ്പറൊക്കെ ഇട്ട് വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പന്തലിൻ്റെ മേലെ ഭാഗത്തായിട്ട് ബോക്സിലാണ് ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇരിക്കുന്നത് 2ാമത്തെ ലൈനിലാണ്. ഓരോ ലൈനും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ നമുക്ക് ഫുഡ് ഇങ്ങനെ സപ്ലൈ ചെയ്ത് തരും. പിന്നീട് ട്രേയിലാക്കിയിട്ട് നമുക്ക് വിളമ്പാൻ ആവശ്യമായിട്ടുള്ള ഫുഡും കൊണ്ടുവന്ന് വെച്ച് തരും എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നലെ തന്നെ സമ്മേളനത്തിൻ്റെ ഈ ഒരു ആരവം തുടങ്ങിയിരുന്നു. ഇന്നലെ ഇത്രയൊന്നും ക്രൗഡ് ഉണ്ടായിട്ടില്ല. ഇന്നാണ് മെയിനായിട്ട് ക്രൗഡ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ മുന്നിലേക്കും ഭക്ഷണം വരികയാണ്. നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ബീഫ് കറിയും നെയ്ച്ചോറുമാണ്. ഇന്നലത്തെ അത്രയും ക്വാളിറ്റി ഇന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. പക്ഷേ നല്ല രുചികരമായിട്ടുള്ള ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു സപ്ലൈ ചെയ്യുന്ന ആ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു രീതിയെപ്പോലെ എനിക്ക് മൈൻഡിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇത് ഒരു ഏരിയയിലെ പന്തലാണ്. മറ്റേ ഏരിയയിൽ ഇതുപോലെ വേറെയും ടീം പന്തലിട്ടിട്ടുണ്ട്. അതിനുവേണ്ടി മുന്നിലൊരു കൗണ്ടർ കാര്യങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. 30 രൂപയാണ് ഈ ഒരു കൗണ്ടറിൽ നിന്നും ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ടോക്കൺ എടുക്കേണ്ടതായിട്ടുള്ളത്. 30 രൂപയ്ക്ക് വയറ് നിറച്ചും പള്ളിക്കറിയും നെയ്ച്ചോറും കിട്ടുന്ന വേറെ സ്പോട്ടുകളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം കാണുന്നത്. നമ്മുടെ നാട്ടിലാണ് എങ്കിൽ ഇത് ഫ്രീ ആയിരിക്കും എന്നുള്ളതും എനിക്ക് മൈൻഡിലേക്ക് വന്നത്. നമ്മൾ അടുത്തൊരു പന്തലിലേക്കാണ് കയറിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് എകർത്തിയിട്ടാണ് ഫുഡ് കഴിക്കുന്ന ആ ഒരു രീതിയെല്ലാം ഒരുക്കിയിട്ടുള്ളത്. മേൽഭാഗത്തായിട്ട് നല്ല ഡിസൈനിങ്ങിലുള്ള ശീലകൾ കൊണ്ട് ഇവർ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചെരുപ്പുകളെല്ലാം തന്നെ ഊരിയിട്ട് ഉൾഭാഗത്തേക്കായിട്ട് എല്ലാവരും കടന്ന് ലൈനായി ഇരിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇവിടെയും കാണുന്നത്. വെള്ളം ഇങ്ങനെ ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം വെക്കുന്ന ഓരോ സ്പോട്ടിലും ഓരോ ആളുകൾക്ക് ഇരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ നമ്മളും ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരിപ്പിടത്തിൽ ഇരിപ്പുറപ്പിച്ചു. പിന്നീട് നമുക്കും ഫുഡ് കഴിക്കാൻ സാധിച്ചു. സമ്മേളന നഗരിയാണ് ഈ കാണുന്നത്. മനോഹരമായിട്ടുള്ള അടോറൊരു സമ്മേളന നഗരി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കോ കാര്യങ്ങളോ നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്.